ഹോം വർക്കൗട്ടിലൂടെ നല്ലൊരു ഡീസന്റ് ഫിസിക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് പല ആളുകളുടെയും ഭയങ്കര വലിയൊരു സംശയമാണ്. കാരണം എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു ബോഡി ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അതിൽ കാര്യമുണ്ട്, അത് ശരിയാണ്. പക്ഷെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എപ്പോഴും എല്ലാവർക്കും പല ആളുകൾക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജിമ്മിൽ പോകണം, വർക്കൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫിസിക് ഉണ്ടാക്കണം എന്നൊക്കെ. അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഉള്ളത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ജിമ്മില് നമുക്ക് വീട്ടിലാണെങ്കിൽ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ വീട്ടിൽ വർക്കൗട്ട് ഉണ്ടായിട്ട് ഒരു ബോഡി ഉണ്ടാക്കാൻ പറ്റുമോ, എന്താവും എന്നുള്ള ഇതുണ്ടായിരുന്നു. അപ്പൊ അതൊരു തുടക്കമാണ് നമുക്ക്. അപ്പൊ ഒരിക്കലും അതൊരു പ്രോപ്പർ ത്രൂ ഔട്ട് നമുക്ക് അതന്നെ കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ അതന്നെ കൊണ്ടുപോകണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് അതൊരു സ്റ്റാർട്ടാണ്. നമ്മൾ ഒന്നും ചെയ്തില്ല, ബെറ്റർ ലൈറ്റ് തന്നെ അവർ എന്ന് പറഞ്ഞ പോലെ നമ്മൾ തുടങ്ങിയിട്ടില്ല എന്നുള്ളത് അതിനേക്കാളും ബെറ്ററാണ് നമ്മൾ എന്താ നമ്മളെ അടുത്തുള്ളതെന്ന് വെച്ചാൽ അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോ നമ്മൾ ഹോം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതിൽ നല്ലൊരു ഫിസിക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് എല്ലാവർക്കും സംശയം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് 2-3 പിക്ചർ ഇപ്പോ ഇവിടെ ഡിസ്പ്ലേയിൽ കാണിച്ചു തരാം. അത് ഹോമില് വർക്കൗട്ട് ചെയ്ത് ഉണ്ടാക്കി എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു ഫിസിക്കാണ്, എന്റെ ഫിസിക്കാണ്. അപ്പോൾ അത് കണ്ട നിങ്ങൾക്ക് ഒരു ഏകദേശം ഉദാഹരണം കിട്ടുന്നത്, ഹോം വർക്കൗട്ട് ചെയ്താലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബോഡി നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും. ഞാൻ പറഞ്ഞ വലിയ ഭയാനകമായ മാറ്റം അങ്ങനെയല്ല, പക്ഷെ എന്തെങ്കിലും ഒരു ബോഡി നമുക്ക് എന്തായാലും ഒരു ഡീസന്റ് ലെവല് എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് 100% ഷുവറാണ്. പക്ഷെ നിങ്ങൾ ഒരു ജിമ്മിൽ പോകുന്ന നിങ്ങൾ എല്ലാ ജിമ്മിൽ പോകുന്ന കാര്യങ്ങൾ പോലെ തന്നെ ഓരോ മസിൽ ഗ്രൂപ്പിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാം, വീട്ടിലുള്ളത് ലെവൽ വെച്ചിട്ട് തന്നെ. എന്റെ കയ്യിലൊക്കെ ഒരു പെയർ ഡംബലാണ് ഉണ്ടായിരുന്നത്, ഒരു ബോഡി എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. ഇതിലും ഒരു സംഭവം ഉണ്ട്. അതെന്താന്ന് വെച്ചാല് എല്ലാവർക്കും എന്റെ ബോഡിയോ അല്ലെങ്കിൽ എന്നെ ഇതേ ടൈപ്പ് ബോഡിയോ ആയിക്കൊള്ളണം എന്നില്ല. കാരണം ഓരോരുത്തരുടെയും ജനറ്റിക് ഡിഫറെന്റ് ആണ്, ഓരോരുത്തരുടെയും ബോഡിയുടെ ടൈപ്പ് വ്യത്യാസമുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ബോഡിയാവും ചിലപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ചിലർക്ക് എന്നെക്കാൾ ബെസ്റ്റ് ഫിസിക്ക് ചിലപ്പോൾ വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്താൽ കിട്ടും, ചിലർക്ക് ഇത്രയും പറ്റില്ല. അതൊക്കെ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. ബട്ട് ഞാനിവിടെ പറഞ്ഞതെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഡീസന്റ് ഫിസിക്ക് ഇത് വരും. അതിന് പിന്നെയാണ് നമ്മളെ സിറ്റുവേഷൻസ് ഒക്കെ മാറി നമുക്കൊരു ഏർണിങ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, മെല്ലെ ജിമ്മിലേക്ക് സ്വിച്ച് ചെയ്യുക. ഓക്കെ.